ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ വീണ്ടും തെരഞ്ഞെടുത്തു. ഓം ബിർളയെ സ്പീക്കറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ സഭ പാസാക്കുകയായിരുന്നു. വോട്ടെടുപ്പിൽ നിന്നും പ്രതിപക്ഷം പിന്മാറിയതോടെ ഓം ബിർളയെ സ്പീക്കറായി പ്രഖ്യാപിച്ചു. 18ാമത് ലോക്സഭയുടെ സ്പീക്കറായി മത്സരമില്ലാതെ തന്നെ ഓം ബിർളയെ രണ്ടാമതും തെരഞ്ഞെടുത്തു. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ മാവേലിക്കര അംഗം കൊടിക്കുന്നിൽ സുരേഷിനായി പ്രമേയം നൽകിയെങ്കിലും അവസാന നിമിഷം വോട്ടെടുപ്പ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു എന്നിവർ ചേർന്ന് ഓം ബിർളയെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മഹതാബ് ചുമതല പൂർത്തിയാക്കി സദസ്സിലേക്ക് മടങ്ങി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിർണായക ബില്ലുകൾ പാസാക്കിയതിൽ ഓം ബിർളയുടെ നേതൃപരമായ കഴിവ് അനുമോദന പ്രസംഗത്തിൽ മോദി ഊന്നി പറഞ്ഞു. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും സഭയിൽ തുല്യ പങ്കാളിത്തം ഉണ്ടാകണമെന്നും ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. I'd like to congratulate you on behalf of the entire opposition, on behalf of the India Alliance. 150 എംപിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുകയും ബില്ലുകൾ കൂട്ടത്തോടെ ചർച്ചയില്ലാതെ പാസാക്കിയെടുക്കുകയും ചെയ്ത കഴിഞ്ഞ കാലങ്ങൾ ആവർത്തിക്കരുതെന്ന ആവശ്യമാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. എല്ലാ പാർട്ടികളുടെയും സഭാ നേതാക്കൾ സ്പീക്കറെ അഭിനന്ദിച്ചു. വോട്ടെടുപ്പിലേക്ക് കടന്നാൽ സഭയിലെ ആദ്യ ജയം എന്ന രീതിയിൽ BJP പ്രചരണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മത്സരം അവസാന നിമിഷം ഒഴിവാക്കിയത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.